ഡേ 28 ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച്. ആൻസൈറ്റി നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒറ്റ തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. ഞാൻ നല്ല രീതിയിൽ തന്നെ, അതായത് എപ്പോൾ അത് നല്ല കാര്യം നല്ല ഉദ്ദേശിച്ചത്, ആൻസൈറ്റിയിലൂടെ പോകുന്ന ഒരാൾ തന്നെയാണ്. സ്ട്രെസ് കൂടുതൽ വരും. ഈ സ്ട്രെസ് കയറി അതായത് കൂടി ഒരു സമയത്ത് പാനിക് അറ്റാക്കിലേക്ക് എനിക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇതേപോലെയാണ് ഇനിയും സ്ട്രെസ് അടിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താങ്കൾക്ക് പാനിക് അറ്റാക്ക് വരും എന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു 2 മാസങ്ങൾക്ക് മുന്നേ, കറക്റ്റായിട്ട് പറയുന്ന 1.5 മാസങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസൈറ്റിയോ കാര്യങ്ങളോ വരുന്നത്? ഈ ആൻസൈറ്റി വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. എപ്പോഴും ടെൻഷൻ ആയിരിക്കും, അടുത്തതെന്തോ നടക്കാനുണ്ട്. ഈവൻ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ പോലും, ഒരു മാരേജിനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഷോപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും അവിടുന്ന് നമുക്ക് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അയ്യോ അടുത്തെന്തോ വരുന്നുണ്ട്. അതേപോലെ 8 മണിക്കൂർ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നുണ്ട് വിചാരിച്ചോ, ഉറക്കം കിട്ടൂല, അത് വേറെ കാര്യം. ഇൻ കേസ് ഉറങ്ങിയാലും ഡേ ഫുള്ള് നമ്മൾ എന്തായിരിക്കും, ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കും. അതേപോലെ ഒരു വർക്കും നമുക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഈ ആൻസൈറ്റി നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ അതൊരു ഡിസോർഡർ ആയി മാറും. ആ ഡിസോർഡറിന്റെ പേരാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ അഥവാ GAD, ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്നാണ്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, മനസ്സിലാകും. സോ ഇത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡോക്ടറെ കാണിക്കേണ്ടി വരും, തെറാപ്പി എടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു ആൻസൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നമ്മളെ കയ്യിൽ, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമ്മളെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകരുത്? അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ പറ്റരുത്. ടെൻഷൻ അടിക്കാൻ പോകരുത്. ഒരു സിറ്റുവേഷൻ വന്നു, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഞാൻ ആദ്യം ചിന്തിക്കും. ഇപ്പോഴായാലും ഞാൻ ചെയ്തു വരുന്നതാണ്, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്താൽ ആ ഒരു സിറ്റുവേഷൻ അവിടെ സ്റ്റോപ്പ് ആവുമോ? അങ്ങനെ സ്റ്റോപ്പ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വലിയ കാര്യമില്ല. പിന്നെ നമുക്ക് ഒരുപാട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ലൈക്ക് നമുക്കിപ്പം ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ജസ്റ്റ് യൂട്യൂബ് ചെയ്താൽ മതി, കുറേ വീഡിയോസ് ഉണ്ടാവും, അതൊക്കെ കണ്ട് നമ്മൾ ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യാം. സ്ട്രെങ്തനിങ് വർക്കൗട്ട് ചെയ്യുക, വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മെല്ലെ ഈ ആൻസൈറ്റി നമ്മളെ വിട്ട് പോകുന്നതായിട്ട് കാണും. സോ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു റൂട്ടിലൂടെ പോകുന്നത് കൊണ്ട് എൻ്റെ ആൻസൈറ്റിയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾഡ് ആണ്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആൻസൈറ്റി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓവർകം ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ.